എല്ലാവർക്കും നമസ്കാരം. ഫാർമ ഇൻഡസ്ട്രിയിൽ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കുണ്ട്, ഡീവിയേഷൻ. അല്ലേ? ഈ വാക്ക് കേൾക്കുമ്പോഴേ ഒരു നെഗറ്റീവ് ഫീലാണ്. എന്തൊരു പ്രശ്നം, ഒരു തെറ്റ് എന്നൊക്കെ. പക്ഷെ ശരിക്കും അങ്ങനെയാണോ? നമുക്കതൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം തന്നെ ചോദിക്കേണ്ട ചോദ്യം. ഫാർമ ലോകത്ത് ഡീവിയേഷൻ എന്ന് കേട്ടാൽ അതിന്റെ അർത്ഥം എപ്പോഴും തെറ്റ് എന്ന് മാത്രമാണോ? അതോ അതിനപ്പുറം എന്തെങ്കിലും ഒരു വലിയ കാര്യം അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മളിന്ന് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം എന്താണ് ഈ ഡീവിയേഷൻ എന്ന് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കും. പിന്നെ ഇത് സംഭവിക്കുമ്പോൾ നമ്മൾ സാധാരണ ചോദിക്കുന്ന ചോദ്യം, ഇത് ആരുടെ തെറ്റാണ്, അതിന്റെ ശരിയായ ഉത്തരം എന്താണെന്ന് നോക്കും. ഇതെങ്ങനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാം, ഓഡിറ്റുകളിൽ ഇതിന് എന്ത് പ്രാധാന്യമാണുള്ളത്, പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ പ്രശ്നത്തിനെ എങ്ങനെ ഒരു അടിപൊളി അവസരമാക്കി മാറ്റാമെന്നും നമ്മൾ കാണും. ശരി, അപ്പം നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. ഡീവിയേഷൻ ഒരു ആമുഖം. നമ്മൾ ശരിക്കും എന്തിനെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്? എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മളൊരു കാര്യം എങ്ങനെ ചെയ്യണമെന്ന് മുൻകൂട്ടി എഴുതി വെച്ചിട്ടുണ്ടാവും, അല്ലേ? അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അഥവാ SOP എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ അംഗീകരിച്ച വഴിയിൽ നിന്ന് അല്ലെങ്കിൽ നിർദ്ദേശത്തിൽ നിന്ന് എന്ത് ചെറിയൊരു മാറ്റമുണ്ടായാലും അതിനെയാണ് നമ്മൾ ഡീവിയേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരു ഡീവിയേഷനാണ്. അപ്പോൾ എവിടേക്കാണ് ഈ ഡീവിയേഷൻ സംഭവിക്കാൻ സാധ്യത? ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും. മരുന്നുണ്ടാക്കുന്ന പ്രൊഡക്ഷൻ സ്റ്റേജിൽ, ലാബിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ, പാക്ക് ചെയ്യുമ്പോൾ, എന്തിന് മെഷീനുകൾ ക്ലീൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ഡോക്യുമെന്റ്സിൽ പോലും ഇത് സംഭവിക്കാം. അതായത് ഫാർമ പ്രോസസ്സിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എവിടെ വേണമെങ്കിലും ഡീവിയേഷൻ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ശരിയായി മാനേജ് ചെയ്യുന്നത് ഇത്രയും ക്രിട്ടിക്കലായി മാറുന്നത്. ഇനി നമ്മൾ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ്. ഒരു ഡീവിയേഷൻ സംഭവിച്ചാൽ നമ്മുടെയെല്ലാം മനസ്സിൽ ആദ്യം വരുന്ന ചോദ്യമെന്താ? ഇതാരുടെ തെറ്റാണ്, അല്ലേ? എന്നാൽ ഈ ചോദ്യം തന്നെ ചിലപ്പോൾ തെറ്റായൊരു ദിശയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമുക്ക് ആ പ്രശ്നത്തിന്റെ യഥാർത്ഥ ഉറവിടമൊന്ന് കണ്ടെത്താൻ ശ്രമിക്കാം. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ ഒരു വലിയ മാറ്റം വരുത്തേണ്ടത്. പഴയ രീതി വെച്ച് നോക്കിയാൽ ഒരു ഡീവിയേഷൻ ഉണ്ടായാൽ നമ്മൾ ഉടനെ ചോദിക്കും, ആരാണിത് ചെയ്തത്, ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? അതൊരു വ്യക്തിയുടെ തെറ്റായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഒരു നല്ല ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം അഥവാ QMS അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ശരിയായ കാഴ്ചപ്പാടെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സിസ്റ്റത്തിന് എവിടെയാണ് പിഴച്ചത് എന്നാണ് ചോദിക്കേണ്ടത്. അതായത് ഇതൊരു വ്യക്തിയുടെ തെറ്റല്ല, മറിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ജോലി നടന്നില്ല എന്നതിന്റെ ഒരു സൂചന മാത്രമാണ്. അപ്പോൾ സിസ്റ്റത്തിലാണ് പ്രശ്നമെന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം ആ കാരണങ്ങൾ? പലപ്പോഴും ഡീവിയേഷൻസിന്റെ യഥാർത്ഥ കാരണങ്ങൾ ഇവയൊക്കെ ആകാം. ചിലപ്പോൾ ഒരു മെഷീൻ കേടായതാവാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാവാം. മനുഷ്യർക്ക് തെറ്റുപറ്റാം, പക്ഷെ പലപ്പോഴും അത് സംഭവിക്കുന്നത് അവർക്ക് കൊടുത്ത നിർദ്ദേശങ്ങൾ, അതായത് SOP ക്ലിയർ അല്ലാത്തതുകൊണ്ടോ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുകൊണ്ടോ ആകാം. കണ്ടില്ലേ, പ്രശ്നം വ്യക്തിയുടേതല്ല, സിസ്റ്റത്തിൻ്റേതാണ്. ഓക്കെ, അപ്പോൾ പ്രശ്നം സിസ്റ്റത്തിൻ്റേതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി ഇതിനെ എങ്ങനെ ശരിയായി കൈകാര്യം ചെയ്യാം? ഒരു ഡീവിയേഷൻ ഉണ്ടായാൽ അതിനെ പ്രൊഫഷണലായി നേരിടാൻ കൃത്യമായ ഒരു ചട്ടക്കൂടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇനി ഈ പ്രോസസ്സിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്, സുതാര്യത. ഒരു ഡീവിയേഷൻ സംഭവിച്ചാൽ അത് മറച്ചുവെക്കുകയോ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് വെറുമൊരു ചെറിയ തെറ്റല്ല. അതൊരു മേജർ കംപ്ലയൻസ് ഫെയിലിയർ, അതായത് വളരെ ഗുരുതരമായൊരു നിയമലംഘനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് സത്യസന്ധതയാണ് ഇവിടെ ഏറ്റവും പ്രധാനം. ഒരു നല്ല ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ അഥവാ QMSൽ ഒരു ഡീവിയേഷനെ മാനേജ് ചെയ്യാൻ 5 സ്റ്റെപ്പുകളാണുള്ളത്. സ്റ്റെപ്പ് 1, സംഭവിച്ച ഉടനെ അതിനെ തിരിച്ചറിയുക. 2, നടന്ന കാര്യം ഒരു മറയുമില്ലാതെ സത്യസന്ധമായി രേഖപ്പെടുത്തുക. 3, ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിന്റെ മൂലകാരണം കണ്ടെത്താൻ ആഴത്തിൽ ഒരു അന്വേഷണം നടത്തുക. 4, ഈ ഡീവിയേഷൻ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയെ എങ്ങനെ ബാധിച്ചു എന്ന് വിലയിരുത്തുക. അവസാനം 5ാമത്തെ സ്റ്റെപ്പ്, വേണ്ട തിരുത്തൽ നടപടികളെടുത്ത് ആ ഡീവിയേഷനെ ഔദ്യോഗികമായി ക്ലോസ് ചെയ്യുക. ഈ 5 സ്റ്റെപ്പുകൾ കൃത്യമായി ഫോളോ ചെയ്യണം. ശരി, നമ്മളിപ്പോൾ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിച്ചു. ഇനി ഓഡിറ്റുകളിൽ ഇതിനെന്താണ് ഇത്ര പ്രാധാന്യം? റെഗുലേറ്റർമാർ, അതായത് നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന അധികാരികൾ ഒരു ഓഡിറ്റിന് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡീവിയേഷൻസിനെ ഇത്ര കാര്യമായി എടുക്കുന്നത്? നമുക്ക് നോക്കാം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. റെഗുലേറ്റർമാർ ഒരു കമ്പനിയിൽ ഓഡിറ്റിനു വരുമ്പോൾ അവർക്കറിയേണ്ടത് നിങ്ങളുടെ കമ്പനിയിൽ ഡീവിയേഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നല്ല. കാരണം അത് ഏത് കമ്പനിയിലും സംഭവിക്കാം, അത് വളരെ സ്വാഭാവികമാണ്. അവർക്ക് ശരിക്കും അറിയേണ്ടത് ഒരു ഡീവിയേഷൻ സംഭവിച്ചപ്പോൾ നിങ്ങളുടെ സിസ്റ്റം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതാണ്. സംഭവിച്ചു എന്നതിലല്ല, എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിലാണ് കാര്യം.
നിങ്ങളുടെ പ്രോസസ്സിന്റെ കരുത്താണ് അവർ അളക്കുന്നത്. പിന്നെ എല്ലാ ഡീവിയേഷനുകളും ഒരുപോലെയല്ല. അതിന്റെ റിസ്ക് അനുസരിച്ച് നമ്മൾ അതിനെ 3ആയിട്ട് തരംതിരിക്കും: മൈനർ, മേജർ, പിന്നെ ക്രിട്ടിക്കൽ. ഒരു മൈനർ ഡീവിയേഷൻ ആണെങ്കിൽ, അതായത് ചെറിയ റിസ്കേ ഉള്ളൂ എങ്കിൽ ഒരു സാധാരണ അന്വേഷണം മതിയാവും. പക്ഷേ അതൊരു മേജറോ അല്ലെങ്കിൽ രോഗിയുടെ സുരക്ഷയെ തന്നെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു ക്രിട്ടിക്കൽ ഡീവിയേഷനോ ആണെങ്കിൽ വളരെ ആഴത്തിലുള്ള വിപുലമായൊരു അന്വേഷണം തന്നെ വേണ്ടിവരും. റിസ്ക് കൂടുന്നതനുസരിച്ച് നമ്മുടെ അന്വേഷണത്തിന്റെ ആഴവും കൂടും. അപ്പോൾ ഓഡിറ്റർമാർ വരുമ്പോൾ സാധാരണയായി കണ്ടുപിടിക്കുന്ന ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡീവിയേഷൻ സംഭവിച്ച് ഒരുപാട് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു വലിയ പ്രശ്നമാണ്. അതുപോലെ അന്വേഷണം വെറുതെ പേരിന് മാത്രം നടത്തുന്നത്, ഒരേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം, ശരിയായ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഡീവിയേഷൻ ഫയൽ ക്ലോസ് ചെയ്യുന്നത്. ഇതെല്ലാം ഒരു വീക്ക് ക്വാളിറ്റി സിസ്റ്റത്തിന്റെ ലക്ഷണങ്ങളായിട്ടാണ് ഓഡിറ്റർമാർ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡീവിയേഷനെ ഒരു പ്രശ്നമായിട്ടാണ് കണ്ടത്, അല്ലേ? ഇനി നമുക്ക് ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് വരാം. ഇതിനെങ്ങനെ ഒരു അവസരമാക്കി മാറ്റാം? ഒരു ഡീവിയേഷന്റെ യഥാർത്ഥ മൂല്യം എന്താണ്? നമ്മളൊരു ഡീവിയേഷന് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ അതിന് ഒരുപാട് നല്ല വശങ്ങളുണ്ട്. ഒന്നാമതായി, നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി മൊത്തത്തിൽ മെച്ചപ്പെടും. രണ്ടാമത്, ആ ഒരു തെറ്റ് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ പഠിക്കും. ഇത് റെഗുലേറ്ററി അധികാരികളുമായുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. ഏറ്റവും പ്രധാനമായി, നമ്മുടെ മുഴുവൻ ക്വാളിറ്റി സിസ്റ്റത്തെയും ഇത് കൂടുതൽ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഈയൊരു ചിന്ത മനസ്സിലുറപ്പിക്കാം: ഒരു ഡീവിയേഷൻ എന്നത് പേടിക്കേണ്ടതോ ഒളിപ്പിച്ചു വെക്കേണ്ടതോ ആയ ഒരു പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയാണ് മെച്ചപ്പെടുത്താൻ സാധ്യതയുള്ളത് എന്ന് കാണിച്ചു തരുന്ന ഒരു അവസരമാണ്. അതെ, ഒരു അവസരം. അപ്പോൾ അടുത്ത തവണ ഡീവിയേഷൻ എന്ന് കേൾക്കുമ്പോൾ അതിനെ ഒരു പ്രശ്നമായല്ല, നമ്മുടെ വളർച്ചയ്ക്കുള്ള ഒരു ചവിട്ടുപടിയായി കാണാൻ ശ്രമിക്കുക.